Hi everyone, welcome back to Staying Alive. Today's episode is on staying alive on motorcycles. So let's get started. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മോട്ടോർ അഥവാ ടു വീലർ ഓടിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും വീഴും. ഈ രണ്ട് വീലിൽ ബാലൻസ് ചെയ്യുന്ന വാഹനത്തിൽ നിന്ന് താഴെ വീഴാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് റോഡിലൊരു ചെറിയ കുഴിയോ അല്ലെങ്കിൽ ഒരു പാച്ച് വർക്ക് ചെയ്തതിൻ്റെ റോഡിലെ ചെറിയ അണ്ടുലേഷൻസോ ഒരു പട്ടിയോ പൂച്ചയോ വട്ടം ചാടിയാൽ തന്നെ ധാരാളം ടു വീലറിൽ പോകുന്ന ആൾ കൺട്രോൾ പോയി ബാലൻസ് തെറ്റി താഴെ വീഴാൻ വേണ്ടിയിട്ട്. സോ താഴെ വീഴുക എന്നുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും വീണിരിക്കും. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വീഴുമ്പോൾ നല്ല മാന്യമായിട്ട് ഫുൾ ഗിയേഴ്സിൽ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വീഴുക. അങ്ങനെ വീഴുമ്പോൾ അധികം പരിക്കൊന്നും പറ്റാതെ പൊടിയും തട്ടി എണീറ്റ് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാവരും ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിനെ പറ്റി തന്നെ സംസാരിച്ച് തുടങ്ങാം. ഹെൽമെറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. നിയമത്തെ പിടിച്ചാണെങ്കിലും അറ്റ്ലീസ്റ്റ് മിക്കവരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഏത് ടൈപ്പ് ഹെൽമെറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു വീലേഴ്സ് യൂസ് ചെയ്യുന്ന പകുതിയോളം പേരും കൂടുതൽ സ്ത്രീകളും യൂസ് ചെയ്ത് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽമെറ്റാണ് ഹാഫ് ഫേസ് ഹെൽമെറ്റ്. അപ്പോൾ ഈ ഹാഫ് ഫേസ് ഹെൽമെറ്റ് തീരെ സേഫ് അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഹെൽമെറ്റാണ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അത് ഹാഫ് ഫേസ് ഹെൽമെറ്റാണ് എന്ന് വെച്ചാൽ ഫേസിൻ്റെ പകുതിയോളമേ അത് പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ മൂക്കിന് താഴേക്കുള്ള ഭാഗങ്ങൾക്കൊന്നും പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് വീഴുമ്പോൾ മൂക്കിന് താഴേക്കും പരിക്ക് പറ്റാൻ നല്ല ചാൻസസ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് ഹെൽമെറ്റ് ഇതുവരെ എന്താ ബാൻ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പോലീസ് ചെയ്യുന്നോ ഫൈൻസ് ചെയ്യുന്നോ എസ്കേപ്പ് ചെയ്യാമെന്നല്ലാതെ ഒരു ക്രാഷിൽ അത് വെച്ച് യാതൊരു പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ടു സ്റ്റേ അലൈവ് ആദ്യത്തെ കാര്യം ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഫുൾ ഫേസ് ഹെൽമെറ്റുകൾ മാത്രം യൂസ് ചെയ്യുക. ഫുൾ ഫേസ് ഹെൽമെറ്റ് ഏതെങ്കിലും ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് വിചാരിച്ച് അവിടെയും തെറ്റി. ഫുൾ ഫേസ് ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ECE സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരു 95% ISI ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. ISI സർട്ടിഫിക്കേഷനോട് കൂടി വരുന്ന ഹെൽമെറ്റാണ്. ചിലത് DOT സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകളും ഉണ്ട്. ഇതിനേക്കാളെല്ലാം കുറച്ചുകൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ECE സർട്ടിഫിക്കേഷൻ. യൂറോപ്യൻ സർട്ടിഫിക്കേഷനാണത്. ISI മാർക്കുകളും DOT മാർക്കുകളും ഒക്കെ ഇപ്പോൾ 500 രൂപയുടെ ഹെൽമെറ്റിൽ വരെ വരുന്നുണ്ട്. സോ അതൊക്കെ എത്രത്തോളം ഒതൻറ്റിക് ആണെന്ന് ജെന്യൂൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ 500 രൂപയുടെ 1000 രൂപയുടെ ഒന്നും ഹെൽമെറ്റ് വാങ്ങിക്കാതിരിക്കുക ഒന്നാമത്തെ കാര്യം. ബിക്കോസ് അത് ഓബ്വിയസ് ആണ്, ആ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ECE സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് മാത്രം തിരഞ്ഞെടുക്കുക. ECE സർട്ടിഫിക്കേഷനുള്ള ഹെൽമെറ്റ്സിലൊക്കെ ഡബിൾ ഡി റിംഗ് ആയിട്ടുള്ള മെക്കാനിസമാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഫുൾ പ്രൂഫാണ്. ഇത് 2 തവണ ലോക്ക് ആവുന്നുണ്ട്. സോ ഇതൊരു 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ പോലെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. നമ്മൾ ഇൻ കേസ് വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴുമ്പോൾ പലയിടത്ത് പോയി തലയിടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആദ്യത്തെ ഇടിയിൽ തന്നെ ഹെൽമെറ്റ് നമ്മുടെ തലയിൽ നിന്ന് തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇടിയിൽ നമുക്ക് സാരമായ പരിക്ക് പറ്റാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെ ക്ലിപ്പുള്ള ഹെൽമെറ്റുകൾ അവോയ്ഡ് ചെയ്യുക. ECE സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡബിൾ ഡി റിംഗ് ഉള്ള ഹെൽമെറ്റുകൾ മാത്രം ചൂസ് ചെയ്യുക. ഇങ്ങനത്തെ ഹെൽമെറ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവാണ്. അറ്റ്ലീസ്റ്റ് ഒരു 5000 അപ്രോക്സിമേറ്റ്ലി ഒരു 5000 റുപ്പീസോളം ഇതിന് കോസ്റ്റ് വരുന്നതാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സേഫ്റ്റി എക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. ഹെൽമെറ്റിനെ പറ്റി വേറൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ താഴെ വീണ ഹെൽമെറ്റുകൾ ആക്ച്വലി യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ബിക്കോസ് ഒരു തവണ ഒരു ഹെൽമെറ്റ് താഴെ വീഴുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വരും, സാധ്യതയുണ്ട് അങ്ങനെ വരാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ താഴെ വീണ ഹെൽമെറ്റ് നമ്മൾ പിന്നെ യൂസ് ചെയ്ത് അപ്പോൾ ശരിക്കും ഒരു ക്രാഷ് വരുമ്പോൾ അതിൻ്റെ മാക്സിമം പ്രൊട്ടക്ഷൻ അതിന് തരാൻ പറ്റില്ല. ബിക്കോസ് ഈ ഹെൽമെറ്റ് ഓൾറെഡി നേരത്തെ വീഴ്ചയിൽ വീക്കാണ്. നോർമൽ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 4-5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലെ പാഡിങ്ങിൻ്റെയും തെർമോക്കോളിൻ്റെ ആയുസ് കഴിയും. അപ്പോൾ ഒരു 5 വർഷം കൂടുമ്പോൾ ഇത് മാറാനും കൂടി ശ്രമിക്കുക. ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് റൈഡിങ് ജാക്കറ്റിലേക്ക് പോകാം. ഈ റൈഡിങ് ജാക്കറ്റ് വളരെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഭൂരിഭാഗം ആൾക്കാരുടെയും വിചാരം ഇതെന്തോ ഷോ കാണിക്കാനുള്ള ഐറ്റമാണെന്നാണ്. ഇത് ഷോ പീസ് അല്ല. ഹെൽമെറ്റ് എങ്ങനെയാണോ നമ്മളെ ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു ആർമറാണ് നമ്മുടെ റൈഡിങ് ജാക്കറ്റ്. ഇതിനകത്ത് പല പാഡിങ്ങുകളുണ്ട്. ഇവിടെ ഒരു പാഡിംഗ് ഉണ്ട്.
ഇതിൻ്റെ അകത്തും പാഡിംഗ് ഉണ്ട്. ഷോൾഡറിലും എൽബോയിലൊക്കെ പാഡിംഗ് ഉള്ളതാണ്. ഇവിടെ എല്ലാം പാഡഡ് ആയിട്ടുള്ളതാണ്. ലെവൽ 2 ജാക്കറ്റാണിത്. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. ലെവൽ 2 ആണ് ഹയസ്റ്റ്. സോ ലെവൽ 2 ആയിട്ടുള്ള ഒരു റൈഡിങ് ജാക്കറ്റ് തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഹെൽമെറ്റ് ഹെഡിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതേപോലെ ബോഡിക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. ഹെൽമെറ്റ് എങ്ങനെയാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് റൈഡിങ് ജാക്കറ്റും. മൂന്നാമത്തേത് റൈഡിങ് ഗ്ലൗസ് ആണ്. പലരും ജിമ്മിലൊക്കെ ഇടുന്ന ഗ്ലൗസ് ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾസിൽ ഫിംഗേഴ്സൊക്കെ എക്സ്പോസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഗ്ലൗസ് ഒന്നും ഇടരുത്. ഫുൾ കവർ ചെയ്യുന്ന റൈഡിങ് ഗ്ലൗസ് തന്നെ വാങ്ങിച്ചിടുക. റൈഡിങ് ഗ്ലൗസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയൊന്നും അല്ല. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ബൈക്കിൽ നിന്ന് വീഴുമ്പോൾ നാച്ചുറലി നമ്മൾ കൈകുത്തി വീഴാനാണ് കൂടുതൽ സാധ്യത. കൈ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അതിന് കൈ ഫുൾ കവർ ചെയ്യുന്ന എല്ലാ ഫിംഗേഴ്സും മൊത്തത്തിൽ കവർ ചെയ്യുന്ന പ്രോപ്പർ റൈഡിങ് ഗ്ലൗസ് ഹെൽമെറ്റും ജാക്കറ്റും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ റൈഡിങ് പാൻറ് യൂസ് ചെയ്യുന്നവരുണ്ട് കുറച്ചുകൂടി എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നീ ഗാർഡ് ഉണ്ട്. നീ ഗാർഡ് അധികം എക്സ്പെൻസീവ് അല്ലാത്തൊരു സാധനം കൂടെയാണ്. നമ്മുടെ മുട്ടിൻ്റെ ചിരട്ടയ്ക്കുള്ള പ്രൊട്ടക്ഷനാണ് നീ ഗാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വീഴുമ്പോൾ എന്തായാലും കൈയും മുട്ടും എല്ലാം പരിക്ക് പറ്റാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. സോ കൈമുട്ടിൻ്റെ പ്രൊട്ടക്ഷൻ റൈഡിങ് ജാക്കറ്റ് തരും. അതേപോലെ തന്നെ കാൽമുട്ടിൻ്റെ പ്രൊട്ടക്ഷൻ തരുന്ന സാധനമാണ് നീ ഗാർഡ്. സോ നീ ഗാർഡും കൂടെ വാങ്ങിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. പിന്നെ റൈഡിങ് ഷൂ ഉണ്ട്. അറ്റ്ലീസ്റ്റ് റൈഡിങ് ഷൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷൂ എങ്കിലും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. പലരും 8ൻ്റെ ലൂണാറൊക്കെ ഇട്ടിട്ടാണ് മോട്ടോർ സൈക്കിൾസിലും സ്കൂട്ടറിലും ഒക്കെ പോവാറ്. അങ്ങനെ നിങ്ങളുടെ കാല് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഫുട്വെയർ ഇടാതിരിക്കുക. നല്ല കട്ടിയുള്ള ഷൂ തന്നെയാണ് എപ്പോഴും ഒരു മോട്ടോർ സൈക്കിളിൽ പോകാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ വീഴുമ്പോൾ നമ്മുടെ സ്കിൻ റോഡിൽ ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അടിമുടി ഫുള്ളി കവേർഡ് ആയിരിക്കണം. ഒട്ടും എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. പലരും സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റും വെച്ച് 8ൻ്റെ ലൂണാറും ഷോർട്ട്സും ഇട്ടിട്ടാണ് സ്കൂട്ടേഴ്സിലൊക്കെ പോകുന്നത് കണ്ടേക്കുന്നത്. അതൊക്കെ വളരെ സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ബിക്കോസ് യു ആർ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ്. അപ്പോൾ നിങ്ങളൊരു ക്രാഷിൻ്റെ സമയത്ത് നിങ്ങളുടെ ബെയർ സ്കിന്നാണ് ഒരു ക്രാഷിൻ്റെ സമയത്ത് റോഡുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്. അതെത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഫുള്ളി ഗിയർഡായിട്ട് ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ്, നീ ഗാർഡ്, ഒരു പ്രോപ്പർ ഷൂ, റൈഡിങ് ഷൂസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത്തരം സാധനങ്ങൾ വെച്ചിട്ട് മാത്രം നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തായാലും വീഴും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വീഴുമ്പോൾ പ്രോപ്പർ ഫുള്ളി ഗിയർഡായിട്ട് തന്നെ വീഴാൻ ശ്രമിക്കുക. പിന്നെ പൊതുവേ ഉള്ളൊരു ധാരണയാണ് ഈ ഇങ്ങനത്തെ ഹെൽമെറ്റുകളും ജാക്കറ്റും ഇങ്ങനെ ഫുൾ റൈഡിങ് ഗിയേഴ്സ് എല്ലാം വാങ്ങിച്ച് വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണെന്ന്. കമ്പാരിറ്റീവ്ലി ഇത് എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങളുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഈ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കാതിരിക്കുക. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സാധാരണ ഒരു ആക്റ്റീവ വാങ്ങണമെങ്കിൽ തന്നെ 1 ലക്ഷം രൂപയോളം പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 10-15% പ്രൈസ് മാത്രമേ ഈ റൈഡിങ് ഗിയേഴ്സ് എല്ലാം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആസ് എ റൂൾ ഓഫ് തം ഇങ്ങനെ ഓർക്കുക, നിങ്ങൾ വാങ്ങിക്കുന്ന വണ്ടിയുടെ വിലയുടെ ഒരു 10-15% എങ്കിലും റൈഡിങ് ഗിയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഹെൽമെറ്റിലും ജാക്കറ്റിലും ഒന്നും ഒട്ടും ചീപ്പ് ഔട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലത് തന്നെ വാങ്ങിച്ചിടാൻ തീർച്ചയായും ശ്രമിക്കുക. നമ്മൾ ഈ റൈഡിങ് ഗിയേഴ്സിൻ്റെ കാര്യത്തിലും ടയറിൻ്റെ കാര്യത്തിലും ഒക്കെ പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രാഷ് നടക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു 3-4 ഇരട്ടി തുക നമ്മൾ എന്തായാലും ഹോസ്പിറ്റൽ ബില്ലായിട്ട് തന്നെ അടയ്ക്കേണ്ടി വരും. സോ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. Until then, stay safe, stay alive, and thanks for watching.